ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആറ്റുകാൽ ഇന്ന് അനുജ രാജേഷും പ്രവിത ലക്ഷ്മിയും ചേരുന്നു. ആദ്യം അനുജിലേക്ക്. അനുജ, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? നല്ല തിരക്കുണ്ട്, അത് ഉച്ച മുതൽ കണ്ടതുമാണ്. അപ്പോൾ അവിടുത്തെ ലോഡ്ജുകളും അത് മറ്റു സ്ഥലങ്ങളൊക്കെ തന്നെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. നാളെ എത്ര മണിക്കാണ് ക്ഷേത്രത്തിലേക്ക് ആളുകൾ വന്നു തുടങ്ങുക? മറ്റു ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഗുഡ് ഈവനിംഗ് പ്രജൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലല്ല, ഞാൻ നിൽക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്താണ്. അവിടെ ഏറ്റവും അവസാനത്തെ ഒരുക്കങ്ങൾ അത് തകൃതിയായി തന്നെ നടക്കുകയാണ്. ഏതാണ്ട് എല്ലാവരും തന്നെ എന്ന് നമുക്ക് പറയാം. ഇതിനൊക്കെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കാത്തിരിപ്പിലാണ്. ഏതാണ്ട് മണിക്കൂർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എങ്കിൽ പോലും ഇനിയും കലങ്ങൾ വാങ്ങാത്തവർ അത് വാങ്ങുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ. കളിമൺ ആണ് അത്. ഈ മൺകലത്തിൽ വേണം ദേവിക്ക് നിവേദ്യം അർപ്പിക്കാൻ എന്നതാണ്. പ്രത്യേകമായി തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്തിക്കുന്ന മൺകലമാണ്. അത് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ചെറിയ വിളക്കുകൾ, ചിരാത് എന്ന് പറയുന്ന അതൊക്കെ സ്ത്രീകൾ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഒരുക്കങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. ഭക്തജന തിരക്ക് കൊണ്ട് തിരുവനന്തപുരം നിറഞ്ഞിരിക്കുകയാണ്. സ്ത്രീകളെ കൊണ്ട്, ഭക്തരായ സ്ത്രീകളെ കൊണ്ട് തിരുവനന്തപുരം നിറഞ്ഞിരിക്കുന്നു. നഗരം മാത്രമല്ല, 15 കിലോമീറ്റർ ദൂരെ വരെ സ്ത്രീകളാണ്. അത് അമ്മയെ കാണാൻ എത്തിയവരാണ്. തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞ് എല്ലാ ദുഃഖവും ഇവിടെ വച്ച് തിരിച്ച് പോകാനുള്ള ആ ഒരു ആത്മനിർവൃത്തി, ആത്മസമർപ്പണത്തിന് വേണ്ടി എത്തിയവരാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവർ എത്തുമ്പോൾ ദൂരെ നിന്നൊക്കെ ഉള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, കൂടാതെ തിരുവനന്തപുരത്തിന് പുറത്തുനിന്ന് ഈ അതിർത്തി തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ളവരെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതൊന്നുമല്ലാതെ പൊങ്കാലയിടുന്നതിന് വേണ്ടി മാത്രം വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ ഇങ്ങോട്ടേക്ക് വരുന്നു. അത് ഗൾഫിലുള്ളവരാകട്ടെ, അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ആ അവസാന ഒരുക്കത്തിലേക്ക് നാളത്തെ ചടങ്ങുകൾ ഏറ്റവും പ്രധാനമായി പുലർച്ചെ മുതൽ തന്നെ, ഇപ്പോൾ ഇന്ന് മുതൽ ഈ രാവിലെ മുതൽ തന്നെ എന്ന് നമുക്ക് പറയാം, കലങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇഷ്ടിക വച്ച് ഓരോ ഇടത്തും ഇടം പിടിച്ചുകൊണ്ട് സ്ത്രീകൾ ഇരിക്കുന്നു. അത് ഇന്നിപ്പോൾ രാത്രി മുഴുവൻ അവർ പ്രാർത്ഥനയോടെ കാത്തിരിക്കും. ഈ നിരത്തുകളിൽ തന്നെ അവരുണ്ടാകും. എല്ലാ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. അന്നദാനമുണ്ട്, ശുദ്ധജലമുണ്ട്. മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ഒരു വലിയ ആരോഗ്യ സംഘം തന്നെയുണ്ട്. ഡോക്ടേഴ്സും നഴ്സസും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഒക്കെ അടങ്ങിയ ഒരു സംഘം ഇവിടെയുണ്ട്. നാളെ രാവിലെ 9:45 ശുദ്ധ പുണ്യാഹത്തോടെ ഈ ചടങ്ങുകൾക്ക് തുടക്കമാകും. അതിനുശേഷം അടുപ്പ് കൂട്ടുക എന്ന ചടങ്ങാണ്. അത് 10:15 പിന്നീട് പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. അത് ശ്രീകോവിലിൽ ആദ്യം, തിടപ്പള്ളിയിലേക്ക് പിന്നീട് ആ അഗ്നി പകരും. തിടപ്പള്ളിയിൽ നിന്ന് മേൽശാന്തി പണ്ടാര അടുപ്പിലേക്ക്, പ്രധാനപ്പെട്ട അടുപ്പിലേക്ക് ആ അഗ്നി പകരുന്നു. അതോടെയാണ് പിന്നീട് ബാക്കി എല്ലാ ലക്ഷക്കണക്കിനായ അടുപ്പുകളിലേക്ക് ആ അഗ്നി പകർന്ന് അങ്ങനെ അമ്മയ്ക്ക് പ്രിയപ്പെട്ട നിവേദ്യം അത് തയ്യാറാക്കും. പലതരത്തിൽ നിവേദ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം പായസമാണ്. ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടവിഭവം എന്ന് പറയുന്നത് പായസമാണ്. അതെല്ലാവരും തയ്യാറാക്കും. കടും പായസമാണ്. അതിനുശേഷം മറ്റ് ഈ വഴിപാടുകളുണ്ട്. മണ്ടക്കുറ്റ് പോലെ രോഗശാന്തിക്ക് വേണ്ടിയൊക്കെയാണ് പലരും വഴിപാടായി തന്നെ അർപ്പിക്കുന്നതാണ്. അങ്ങനെ തെരളി ഉൾപ്പെടെയുള്ളത്, പാൽപ്പായസവും ഒക്കെ തയ്യാറാക്കുന്നവരുണ്ട്. അങ്ങനെ അതെല്ലാം, അതിനൊക്കെയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പലരെയും കണ്ടു. ദൂര ദിക്കുകളിൽ നിന്നൊക്കെ വന്ന് എത്രയോ വർഷങ്ങളായി ഇവിടെ വന്ന് ഇടുന്നവരാണ്. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ആ രീതിയിൽ അവസാനപ്പെട്ട ഒരുക്കങ്ങളിലാണ് അവിടെ എത്തിയിരിക്കുന്ന ഭക്തരെല്ലാം തന്നെ പൊങ്കാലിടാനുള്ള മൺപാത്രങ്ങളടക്കം അവസാന മണിക്കൂറുകളിൽ വാങ്ങി എല്ലാം ക്രമീകരിക്കുകയാണ് അവിടുത്തെ എത്തിയിരിക്കുന്ന ഭക്തർ. ഒരിക്കൽ കൂടി പ്രവിതലക്ഷ്മിയിൽ കൂടി പോകുന്നു. പ്രവിതലക്ഷ്മി, അവിടെ ഇപ്പോൾ പ്രകൃതി ഉള്ളത് ക്ഷേത്രത്തിനടുത്താണെന്ന് മനസ്സിലാക്കുന്നു. അവിടുത്തെ ഒരു ആംബിയൻസ് എന്താണ്? ഒപ്പം തന്നെ നാളെ എത്ര മണിക്കാണ് ക്ഷേത്രത്തിനകത്തേക്ക് ആളുകൾ പ്രവേശിച്ചു തുടങ്ങുക? ഒപ്പം തന്നെ അവിടെയുള്ള ക്രമീകരണങ്ങൾ, ഇത്തവണ തിരക്ക് കൂടുതലാണെന്ന് പറയുന്നുണ്ടല്ലോ. ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. അത് പറയേണ്ട ഒരു കാര്യം കൂടിയില്ല. അതുപോലെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നുണ്ടാകും. ഞാനിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ കവാടത്തിന് മുൻപിലാണ്. ഇവിടേക്ക് ഇങ്ങനെ അകത്തേക്ക് കയറാനായി ആയിരങ്ങളാണ് പുറത്ത് നിൽക്കുന്നത്. പക്ഷെ അവിടെ വടം കെട്ടി തിരിച്ചിട്ടുണ്ട്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ നിൽപ്പുണ്ട്. അവരെ എല്ലാവരെയും അകത്ത് അങ്ങനെ പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല. അകത്ത് പ്രവേശിക്കണമെങ്കിൽ പ്രത്യേക ക്യൂ നിൽക്കണം. ആ ക്യൂ കിലോമീറ്ററുകൾക്കപ്പുറം വരെ നീണ്ടു നിൽക്കുകയാണ്. അതൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ് ദൃശ്യങ്ങൾ ഉൾപ്പെടെ. അത്തരത്തിൽ വലിയ
അതായത് ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന സാഹചര്യത്തിൽ വലിയ ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ തവണയും നമ്മൾ പൊങ്കാലയിൽ കാണാറുള്ളതാണ്. കുറ്റമറ്റ രീതിയിലാണ് പൊങ്കാലയുടെ എല്ലാ ക്രമീകരണങ്ങളും എല്ലാ തവണയും ഒരുക്കുന്നത്. പ്രത്യേകിച്ച് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും പൊങ്കാല അർപ്പിക്കാനായി ഭക്തർ എത്തുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ക്രമീകരണമാണ്. ഇപ്പോൾ ഓരോ വർഷവും നാം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഭക്തരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതാണ് കാണുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും ഒരുക്കേണ്ടിയിരിക്കുന്നു. കോവിഡിന് ശേഷം ഇതിപ്പോൾ 3ാമത്തെ പൊങ്കാലയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂടുതൽ ആളുകൾ വരികയാണ്. അതിനുശേഷം വരാൻ സാധിക്കാത്ത ആളുകൾ കൂടി ഇവിടേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. നമുക്ക് കാരണം ഞാനിത് പറയാൻ കാര്യം അല്പസമയം മുൻപ് നമ്മളൊരു ഭക്തിയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കോവിഡ് കഴിഞ്ഞ് പിന്നീട് വരാൻ സാധിച്ചില്ല, അതിന് മുൻപ് അടുപ്പിച്ച് വന്നിരുന്നു. അപ്പോൾ ഈ വർഷമാണ് വരാൻ സാധിച്ചത് എന്നാണ്. ഇപ്പൊ ട്രെയിൻ ആണെങ്കിലും പ്രത്യേകം സ്റ്റോപ്പ് ഒക്കെ അനുവദിച്ചിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേ. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പേര് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പ്രജന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നട തുറന്നിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. 3000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് വിന്യസിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്. പൊങ്കാല അടുപ്പ് കത്തിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള നിരീക്ഷണവും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. എല്ലാ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ആറ്റുകാലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പ്രവിത ലക്ഷ്മി റിപ്പോർട്ട് ചെയ്യുന്നത്.